ജനങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ജനനായകൻ ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇന്ന് തിയേറ്റർ റെസ്പോൺസ് ഒന്ന് അറിഞ്ഞാലോ? നല്ല സിനിമ, കൊള്ളാം, അടിപൊളി, നന്നായിരുന്നു. നല്ല സിനിമ, നല്ല ഇപ്പം നല്ല ആ നല്ല സിനിമ. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. ആ അവസാനത്തെ ഒരു മൂവി എന്ന് വെച്ച് ഫിറ്റിംഗ് ട്രിബ്യൂട്ടായിട്ട് ആ നല്ല ഒരു പ്രോപ്പർ വിജയപടം. മസ്റ്റ് വാച്ചാണ്. നമ്മുടെ മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് വിജയ് പടമാണ്. എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഇമോഷണൽ. താങ്ക് യു. കൊള്ളാം, നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും പുള്ളിയുടെ ലാസ്റ്റ് ഫിലിം അല്ലേ, അപ്പോൾ ഇനി പുള്ളിയെ സ്ക്രീനിൽ കാണാൻ പറ്റില്ല എന്നൊരിത്. കാരണം ആ ഒരു ലാസ്റ്റ് സീനിലൊക്കെ അവർ ആ പുള്ളിയുടെ എല്ലാ ഫിലിമിൻ്റെയും ട്രിബ്യൂട്ട് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. അടിയല്ല, സൂപ്പറായിരുന്നു. തലമുതി എപ്പോൾ സ്ക്രീനിൽ വന്നാലും ഫയറായിരുന്നു. മസ്റ്റ് വാച്ചാണ്. മമതയുടെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫൈറ്റ് സീൻസും കുറേ മൊമെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫിലിം എന്നുള്ളതുകൊണ്ട് ഒരു വിഷമമുണ്ട് വിജയുടെ ലാസ്റ്റ് മൂവി എന്നുള്ളത്. ഓവറോൾ ടിപ്പിക്കൽ നമ്മളെ വിജയ് മൂവിയാണ്. പക്ഷേ കൊള്ളാം, എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല സന്തോഷം തോന്നുന്നു. തലപതി ഫാൻസ് ലോജിക്കലായി വന്നല്ല. ഇപ്പോൾ എച്ച് വിനോദിൻ്റെ ഒരു ലൈനപ്പ് നോക്കുകയാണെങ്കിൽ പുള്ളി ചെയ്തു വെച്ചൊരു ട്രാക്കുണ്ട്. പക്ഷേ ആക്ടേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്റ്റാർസിന് വേണ്ടി പുള്ളിയുടെ ഒരു ഡയറക്ടർ സ്റ്റൈലോ അതല്ലെങ്കിൽ ഈ മോളിവുഡ് ടൈംസിൽ പറയുന്ന പോലെ പുള്ളിയുടെ സ്റ്റൈൽ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ടിപ്പിക്കൽ മസാല മൂവിയാണ്. ഇതുവരെ കണ്ട എച്ച് വിനോദല്ല. അപ്പോൾ ഇത് ആ ഒരു റേഞ്ചിൽ നോക്കാതെ നോർമലി വിജയുടെ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൊപ്പഗണ്ട പൊളിറ്റിക്കൽ എല്ലാം ഇൻവോൾവ് ആണ്. അവരുടെ സിറ്റുവേഷൻ ജസ്റ്റിഫൈ ചെയ്തുള്ളൊരു സാധനമാണ്, വേറെ ഒന്നുമില്ല. ലാസ്റ്റ് പടമായതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ നല്ല പടമായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് കാണും. കാണേണ്ട ഒരു സിനിമയാണ്. ജീവിതത്തിൽ നമ്മൾ ഒരു ഉപപ്പെടും. അതാണ് തെരി വിഷമമാണ്. ഇന്നെ കാണാൻ പറ്റില്ലല്ലോ, ഇന്നെ ബിഗ് ടീമിട്ട് കാണാൻ പറ്റില്ല, ഒരു വിഷമമുണ്ട്. പക്ഷെ വിഷമമുണ്ട്, സന്തോഷമുണ്ട്, രണ്ടും കൂടി ഉണ്ട്. നല്ല സിനിമയായിരുന്നു. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ശരിക്കും ക്ലൈമാക്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധത്തിലുള്ളതായിരുന്നു. സാധാരണ എല്ലാ സിനിമകൾക്കും നമ്മൾ ക്ലൈമാക്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം അതേപോലെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു. സൂപ്പർ സിനിമയായിരുന്നു. അവൻ്റെ ജീവിതവും ഇതേപോലെ തന്നെ ജനങ്ങളുടെ സേവനത്തിന് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അവനെ ഇനി കാണാൻ പറ്റില്ലല്ലോ സിനിമയിലെന്നുള്ള സങ്കടമുണ്ട്. എങ്കിലും കൂടുതൽ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തപ്പോൾ സന്തോഷമുണ്ട്. ഡബിൾ ട്രീറ്റാണ്. പൊക്കി